അമ്മേ ജീവനാകും പോയാ? ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിനക്കറിയാമോ? കാലത്ത് ഇറങ്ങിപ്പോവും, രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് കയറി വരും. അതെ, പിന്നെ ആ വറീസിന്റെ ചെറുക്കനായിട്ടുള്ള കൂട്ടുകെട്ട് ഇന്നോടെ അവസാനിപ്പിച്ചോ. അമ്മക്കെന്താ പ്രാന്തായ? കാര്യം അന്വേഷിക്കാൻ വന്നേക്കണം. അങ്ങനെ കഴിക്കുക ഏത് നേരം ടി വിയിലിട്ട് നോക്കിയിരിപ്പാണ്. ചെറുക്കൻ പറഞ്ഞ പോലെ നിനക്ക് പ്രാന്തായോടി? വന്ന് ക്ഷമ ചോദിക്കണം. കത്താർക്കാണ്? കത്തും കമ്പിയൊന്നല്ല. അതെ അവിടെ നിന്നേ. ഇനി നമുക്ക് ആ മേരിയുടെ വീട്ടുകാരായിട്ട് ഒരു ഇടപാടും വേണ്ട കേട്ടാ. നിങ്ങൾക്ക് എന്തിന്റെ കാര്യമാണ്? കാലത്തൊരു കുഴപ്പമുണ്ടായില്ല. കുഴപ്പം കൂടുതലില്ലാണ്ടിരിക്കാനാണ് ഞാനീ പറഞ്ഞത്. കൂടെ ഒരു കോഴി ഇങ്ങോട്ട് വരട്ടെ, കൊന്നു കറിവെക്കുന്നു. അതെ, കോഴിക്കറിയാ ഫ്രൈ എന്തുവേണേലും വെക്ക്. ഇപ്പൊ കഴിക്കാൻ വല്ല ഉണ്ടാ? എന്തത്ര കളിക്കാൻ? അതെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വന്നില്ലെങ്കിൽ ഇന്നിവിടെ സത്യം ചെയ്തിട്ട് എല്ലാരും കഴിച്ചാ മതി. എന്നാ കഴിക്കണില്ലെന്ന് സത്യം ചെയ്തേക്കാം. ചോറൊക്കെ പിന്നെ ആദ്യ സത്യപ്രതിജ്ഞ. നീ അവിടെ എന്തെടുക്കാ? നിന്റെ തള്ളയുടെ സത്യപ്രതിജ്ഞ നിനക്ക് പ്രത്യേക ക്ഷണം വേണം. അമ്മ എന്തിനാ ചൂടാണ്? അവളവിടെ ഇരുന്ന് കണ്ടാ പോരെ? പോരാ, ഇതേ കുടുംബം മുഴുവൻ വേണം. എന്നാ മോ മാത്രം ഒഴിഞ്ഞു മാറണ്ട. പിടിക്ക്. ഇന്ന് ഈ സമയം മുതൽ ഏറ്റു ചൊല്ലു മനുഷ്യ. അങ്ങാട് ചൊല്ലിയാ മതി. മേരിയുടെ വീട്ടുകാരുമായി ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടാകുന്നതല്ല. ഈ വാക്ക് മാറണമെങ്കിൽ മേരി വന്ന് ക്ഷമ ചോദിക്കണം. പിറ്റേന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ഈ അമ്മക്ക് പ്രാന്താണ്. നീ ഒന്ന് പോയേ, ചോറോളം ക്ഷമയുണ്ടാക്കാൻ നടക്കണ്. എന്താടി ഒരുമാതിരി വെറുതെ വേല കളയാൻ വേണ്ടി. അയ്യോ, എന്തെങ്കിലും പറ്റിയാടാ? പ്രശ്നമില്ലടാ, ഇതിനുള്ള മരുന്നൊക്കെ എനിക്കറിയാം. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ഒരു പ്രത്യേക രീതിയിൽ കറക്കി കുടിച്ചാൽ മതി. ഇന്ന് നീ ഇവിടെ മുട്ടയിട്ടാ മതി. വലിച്ചു പൊട്ടിക്കാൻ നോക്കണ്ട. മുട്ടയിട്ട് കഴിഞ്ഞ് ഞാൻ അഴിച്ചു കിട്ടോളാം. നോക്കിയേ, അതെ, ഞാൻ ആ സ്ഥലത്തിന്റെ കാര്യം അറിയാൻ വന്നാണ്. എന്താ അറിയണ്ടേ? അത് എത്ര സെന്റ് സ്ഥലമുണ്ട്? അല്ല, ഇതാരാണ്? എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം ചേച്ചി. ഈ പറമ്പ് എത്ര സെന്റ് ആണ്? അത് 4.5 സെന്റ് സ്ഥലം. 4.5 സെന്റാ? അപ്പൊ ഈ വഴി രണ്ടു കൂട്ടർ കൊണ്ട് കൊള്ളാണോ? ഏയ്, ഞങ്ങളുടെ ആധാരത്തില് ഇതവിടം വരെ ഉണ്ട്. അത്രയും വരെ. ഇത് ഞങ്ങളുടെ വഴിയാണ്. ഇത് ആർക്കും വഴിയില്ല. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വേലി കേട്ടാ. നീ ഇവിടെ നിനക്കൊല്ലം അറിയാമോ? ഇതൊക്കെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലേ ആ നേരത്ത് കൊലപാതകം നടക്കും. അല്ല, വർഗീസേട്ടൻ പറഞ്ഞതേ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കൂടിയുള്ള വഴിയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ ശരിയാവും? അതൊരിക്കലും ശരിയാവില്ല. ഇതിപ്പോ എത്ര പേര് വന്ന് നോക്കിയിട്ട് പോയതാണ്. എന്നാ പോട്ടെ. എന്നാ അയൽവക്കത്ത് ചോദിച്ചാലേ ശരിക്കുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. എന്റെ കോഴി നിന്റെ പറമ്പിയാൻ വിറ്റ് തരാട്ടാ.